കാത്തിരിപ്പിനൊടുവിൽ ഓസ്ട്രേലിയയിലെ ക്രയോണിക്സ് കമ്പനിക്ക് തങ്ങളുടെ ആദ്യത്തെ ക്ലയന്റിനെ ലഭിച്ചിരിക്കുകയാണ്. സിഡ്നിയിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച 80-കാരന്റെ മൃതദേഹമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ക്രയോണിക്സ് നടത്തുന്നതിന് അദ്ദേഹത്തിന്റെ കുടുംബം കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. സതേൺ ഹെമിസ്ഫിയറിന്റെ ആദ്യ ക്രയോണിക്സ് സംവിധാനമായ സതേൺ ക്രയോണിക്സിലാണ് 80-കാരന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആദ്യത്തെ ക്ലയന്റിന്റെ ഹോൾബ്രൂക്കിലുള്ള സ്ഥാപനത്തിൽ ക്രയോജനിക്കലി ശീതീകരിച്ച് സൂക്ഷിച്ചതായി അവർ ABC ന്യൂസിനോട് പറഞ്ഞു. ശരീരം ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെയധികം സമ്മർദ്ദം നിറഞ്ഞതായിരുന്നുവെന്ന് സതേൺ ക്രയോണിക്സിന്റെ ഫെസിലിന്റെ മാനേജർ ഫിലിപ്പ് റോഡ്സ് ABC ന്യൂസിനോട് പ്രതികരിച്ചു. ഒരാഴ്ചയോളം തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യത്യസ്തമായ ദിനങ്ങളിൽ ചെയ്തു തീർക്കേണ്ട വ്യത്യസ്തമായ നടപടിക്രമങ്ങളുണ്ടായിരുന്നു. ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയില്ലെങ്കിൽ ചെയ്തതെല്ലാം വെറുതെയാകാനുള്ള നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു. പേഷ്യന്റ് 1 എന്നാണ് ആദ്യമായി കിട്ടിയ ക്ലയന്റിന് അവർ പേരിട്ടിരിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായാണ് തങ്ങൾക്ക് പേഷ്യന്റ് 1ന്റെ കേസ് ലഭിച്ചതെന്ന് റോഡ്സ് പറഞ്ഞു. നേരത്തെ തന്നെ ക്രയോണിക്സിൽ നല്ല പരിചയമുള്ളവരായിരിക്കും തന്റെ ആദ്യ ഇടപാടുകാർ എന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു. പേഷ്യന്റ് 1ന്റെ കുടുംബാംഗങ്ങൾ അപ്രതീക്ഷിതമായാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ടത്. ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുന്നതിന് ഒരാഴ്ചത്തെ സമയമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഈ പ്രക്രിയയ്ക്ക് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഒരു യഥാർത്ഥ ശരീരം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയെന്നും റോഡ്സ് പറഞ്ഞു. രോഗി മരിച്ചതായി അറിയിച്ച ശേഷം സ്ലീപ്പിംഗ് ബാഗിൽ ഐസ് കൊണ്ട് പൊതിഞ്ഞാണ് മൃതദേഹം ആദ്യം സൂക്ഷിച്ചത്. ശരീരത്തിന്റെ താപനില 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം മൃതദേഹം സതേൺ ക്രയോൺസിന്റെ ഹോൾബ്രൂക്കിലുള്ള കെട്ടിടത്തിലേക്ക് മാറ്റി. അവിടെ ദ്രാവക രൂപത്തിലുള്ള നൈട്രജൻ എത്തുന്നതുവരെ ഡ്രൈ ഐസിൽ സൂക്ഷിച്ചു. ശേഷം പേഷ്യന്റ് 1ന്റെ താപനില -200 ഡിഗ്രി സെൽഷ്യസായി താഴ്ത്തി. അതിനുശേഷം വാക്വം സ്റ്റോറേജ് പോഡായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ടാങ്കിൽ നിക്ഷേപിച്ചു. 10 മണിക്കൂർ നീണ്ടുനിന്ന ഈ പ്രക്രിയയ്ക്ക് 94.13 ലക്ഷം രൂപയാണ് ചെലവായത്. ഈ പ്രക്രിയയിൽ സഹായിച്ച മെഡിക്കൽ വിദഗ്ധർക്ക് അധികമായി നൽകിയ ഫീസും ഇതിലുൾപ്പെടുന്നു. ആളുകളുടെ മൃതദേഹം ശരിയായ വിധത്തിൽ മരവിപ്പിച്ച് സൂക്ഷിക്കുന്നതിലൂടെ പിന്നീട് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ക്രയോണിക്സിന് വേണ്ടി വാദിക്കുന്നവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഭാവിയിൽ പുനർജനനം സംഭവിക്കുന്ന പ്രതീക്ഷയിൽ മൃതദേഹം ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനെയാണ് ക്രയോണിക്സ് എന്ന് പറയുന്നത്. ബേസ്ബോൾ കളിക്കാരനായ ടെഡ് വില്യംസ്, സാമ്പത്തിക വിദഗ്ധനും സംരംഭകനുമായ ഫിൽ സെലിൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹാൽ ഫിന്നി എന്നിവരുടെ മൃതദേഹങ്ങൾ ക്രയോണിക്സിനായി വിട്ടു നൽകിയിട്ടുണ്ട്. പേപാൽ സ്ഥാപകരായ ലൂക്ക് നോസെക്, പീറ്റർ തീൽ എന്നിവരുടെ മരണശേഷം മൃതദേഹം ക്രയോണിക്സിനായി വിട്ടു നൽകുന്നതിന് ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്.